ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആട്ടോ ഈ വീഡിയോയിലുള്ളത്. ആക്ച്വലി നമുക്ക് ആ ഫംഗ്ഷൻ കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ഞാൻ അതിന് വോയിസ് ഓവർ കൊടുക്കുന്നത്. ഫംഗ്ഷൻ്റെ തലേന്ന് ഞാനും ഉണ്ണിയും കൂടിയിട്ട് ചേട്ടൻ്റെ വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ചേട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ റെഡി ആവാൻ വേണ്ടിയിട്ട് ഞാൻ ട്രൈ ചെയ്യണതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ആ ഒരു ദിവസം ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യണമെന്ന് വെച്ചിരിക്കുകയായിരുന്നു. പക്ഷേ അന്ന് ദിവസം എനിക്ക് തീരെ വയ്യായിരുന്നു. ഉച്ചയ്ക്ക് ശേഷമാണ് ഒന്ന് ബോധം വെച്ചത് തന്നെ. ഈ ഒരു പ്രഗ്നൻസി ജേർണിയുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രഗ്നൻസി ഗ്ലോയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇനി വരാൻ പോകുന്നത് നല്ല പിഗ്മെൻറ്റേഷനും കാര്യങ്ങളൊക്കെയാണ്. ഫേസ് ഭയങ്കര ഡള്ളായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കരുതി ജസ്റ്റ് ഒന്ന് ഷേവെങ്കിലും ചെയ്ത് കൊടുക്കാമെന്ന്. കാരണം കുറേ ആയി ചെയ്തിട്ട് ഫേസിൽ ഞാനിപ്പോൾ ഒന്നും ചെയ്യാറില്ല. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരട്ടി പണി കിട്ടുന്ന ഒരു സ്റ്റേജാണ് ഈ ഒരു ലാസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറയുന്നത്. ഫേസ് ഷേവിങ്ങിനെ പറ്റി പറയുമ്പോൾ ഞാൻ മന്ത്ലി ട്വൈസ് ഞാൻ ഷേവ് ചെയ്യും. ആക്ച്വലി ഒരു വട്ടമൊക്കെ മതി, പക്ഷേ എനിക്ക് കുറച്ചും കൂടിയും നല്ലതായി തോന്നിയിട്ടുള്ളത് 2 വട്ടമൊക്കെ ചെയ്യണതാണ്. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓവർ ഗ്രോത്തും കാര്യങ്ങളൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഞാൻ ഒരുപാട് കാലമായിട്ട് ഞാൻ ഫേസ് ഷേവ് ചെയ്യേണ്ട ഒരാളാണ്. പക്ഷേ എനിക്ക് തോന്നിയിട്ടുള്ളത് അടിവശത്തുണ്ടാവണ ആ ഒരു ഹെയർസിന് ഇത്തിരി കട്ടി കൂടുതലായിട്ട് വരുന്നുണ്ടോയെന്ന് റീസെൻ്റായിട്ട് എനിക്കൊരു ഡൗട്ട് തോന്നി വരുന്നുണ്ട്. അല്ലാണ്ട് ഓവർ ഗ്രോത്ത് അങ്ങനെ വരുന്നില്ല. പക്ഷേ ഉള്ള ഹെയർസ് അത്യാവശ്യം തിക്നെസ്സിൽ നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഫേസ് ഷേവ് ചെയ്യുമ്പോൾ ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിൽ ഫേസ് ഷേവ് ചെയ്യാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. എന്തെങ്കിലും ഒരു ക്ലൻസറോ അലോവേറ ജെല്ലോ എന്തെങ്കിലും ഒന്ന് യൂസ് ചെയ്തിട്ട് അതിന് ശേഷം ഫേസ് ഷേവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കോലം കണ്ട് പേടിക്കൊന്നും വേണ്ട. കംഫർട്ട് ഓവർ എനിത്തിങ് ഒന്ന് മാത്രമാണ് എൻ്റെ പോളിസി. കാരണം ഈ ചൂടുകാലത്ത് എനിക്ക് ഇതിലും കൂടുതൽ നന്നായിട്ട് ഈ ഒരു പ്രഗ്നൻസി ടൈമിൽ ഇരിക്കാൻ എനിക്ക് പറ്റില്ല. എൻ്റെ കഴുത്തിൻ്റെ ഒക്കെ കോലം കണ്ടിട്ട് എനിക്ക് തന്നെ പേടിയാവണു. കാരണം അത്രയും പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങി. ഇനി ഇതൊക്കെ ഇനി ഏത് കാലത്താണൊന്ന് മാറി വരാമെന്നുള്ളത് എനിക്കറിയില്ല. ഫസ്റ്റത്തെ പ്രഗ്നൻസിയുടെ അതൊന്ന് കുറഞ്ഞ് വരുമ്പോഴേക്കാണ് ഞാൻ രണ്ടാമത് വീണ്ടും പ്രഗ്നൻ്റ് ആയത്. ഇപ്പോൾ ഇരട്ടി കറുപ്പായിട്ടിരിക്കുകയാണത്. പക്ഷേ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണിത്. പിന്നെ ഹെയറിന് നോക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് ഫ്രിസി ആയിട്ടിരിക്കുകയാണ്. എനിക്ക് എന്താ പറയുക, വീണ്ടും ലാസ്റ്റ് ട്രൈമസ്റ്റർ ആയപ്പോൾ വീണ്ടും മോർണിംഗ് സിക്നസ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഒട്ടും എനർജി ഇല്ല, ഒന്നിനും എനർജി ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ എല്ലാം ഒരു കണക്കാണിപ്പോൾ. അപ്പോൾ ഫേസ് ഷേവ് ചെയ്തിട്ട് ഞാൻ ജസ്റ്റ് മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ട് ഞാൻ പിന്നെ ടോണർ യൂസ് ചെയ്യാണ്. ഞാൻ സ്കിൻ കെയർ ഒന്നും ഇപ്പോൾ ചെയ്യാറില്ല. ജസ്റ്റ് പക്ഷേ ഫേസ് ഒന്ന് ഷേവ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനൊരു ടോണർ അടിച്ച് കൊടുക്കും. ആ ഒരു ഹൈഡ്രേഷൻ നിൽക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആവണ പോലെ തോന്നും, അല്ലെങ്കിൽ ഡ്രൈ സ്കിന്നാണ്. എനിക്ക് നേരത്തെ യൂസ് ചെയ്ത അലോവേറ ജെല്ലിൻ്റെ ആണെങ്കിലും അത് വാവ് സ്കിൻ കെയർ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിൻ്റെ ആയിരുന്നു. പിന്നെ ഇത് കർമ്മ ആയുർവേദയുടെയാണ് റോസ് വാട്ടർ. രണ്ടിൻ്റെ ആയാലും അതിൻ്റെ സ്മെല്ലോ കാര്യങ്ങളോ ഒന്നും എനിക്ക് പറ്റുന്നില്ല. ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ തോന്നുന്നുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പോയിട്ട് ഫ്രഷ് ആയിട്ട് വന്നു. ഇനി അടുത്ത ഒരു പരിപാടിയാണ് ബാക്ക് പാക്കിംഗ് എന്ന് പറയുന്നത്. അത് അതിലും വലിയൊരു സംഭവമാണ്. ഒട്ടും എനർജി ഇല്ലാത്തതുകൊണ്ട് കേട്ടോ ഇതൊക്കെ വലിയൊരു പരിപാടിയായിട്ട് തോന്നുന്നത്. പിന്നെ ഉണ്ണിനെ വെച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ തന്നെ കണ്ടില്ലേ, ഞാൻ നാളേക്കുള്ള ഫംഗ്ഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്ത് വെക്കുകയാണ്. ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോകാന്നുള്ള രീതിയിൽ. പക്ഷേ സത്യാവസ്ഥ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ പോയിട്ട് എൻ്റെ ബാഗ് തുറന്ന് നോക്കിയപ്പോഴാണ് ഞാൻ കുറേ ഉണ്ണിയുടെ ഡ്രസ്സും അതുപോലെ തന്നെ കുറേ ലിപ്സ്റ്റിക്കും മാത്രമാണ് കൊണ്ടുവരുന്നത്. വേറെ ഒരു സാധനവും, ഒരു ക്രീമോ ഐലൈനറോ പൊട്ടോ ഒന്നും എൻ്റെ കയ്യിലില്ലായിരുന്നു. അങ്ങനത്തെ ഒരു പരിതാപക സിറ്റുവേഷൻ ആയിരുന്നു പിറ്റേ ദിവസം. ഞാനപ്പോൾ നാളെ ഏത് ഷെയ്ഡ് ലിപ്സ്റ്റിക് ഇടുന്നുള്ള ഒരു കൺഫ്യൂഷനിലാണ്. ഇപ്പോൾ ഞാൻ കുറേ ആയിട്ട് ഒരു ഷെയ്ഡിനാണ് യൂസ് ചെയ്യുന്നത്, ലാക്മിയുടെ ന്യൂ ഡ്രീം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മാറ്റി പിടിക്കാമെന്ന് കരുതിയിട്ട് ബാക്കിയുള്ള ലിപ്സ്റ്റിക്കിൻ്റെ ഷെയ്ഡുകൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞു. ഉണ്ണിനെ ഡ്രസ്സ് ചെയ്ത് വെച്ചു. അത്യാവശ്യം കുറച്ച് ഡ്രസ്സൊക്കെ ബാഗ് പാക്ക് ചെയ്താക്കി വെച്ചു. നമ്മൾ ഒരു ദിവസത്തിനാണ് നിൽക്കാൻ പോകുന്നത്. എന്നാൽ ഉണ്ണിയായിട്ട് പോകുമ്പോൾ നമുക്ക് അത്യാവശ്യം സാധനങ്ങൾ കയ്യിൽ കരുതിയിട്ട് വേണം പോകാൻ. അങ്ങനെ അവനെ ഒരുക്കി റെഡിയാക്കി ഇരിക്കുകയാണ്. നാളെയാണ് ഫംഗ്ഷൻ. ഞങ്ങൾ ഒട്ടും പ്രിപ്പയർഡ് അല്ല. ഈ പ്യൂബേർട്ടി സെറമണി എന്നൊക്കെ പറയുമ്പോൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുന്ന പരിപാടികളാണല്ലോ. നമ്മൾ ഓൾറെഡി പ്രീ പ്ലാൻ ചെയ്ത് വെക്കേണ്ടതൊന്നുമല്ലല്ലോ. അതുകൊണ്ട് തന്നെ തലേന്നാണ് ഞങ്ങളുടെ ഒരു നെട്ടോട്ടം എന്ന് പറയുന്നത്. നമുക്ക് മിസ് ചെയ്യാൻ പറ്റാത്തൊരു പരിപാടിയാണ്. അതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ട്, നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. നമ്മുടെ വീട്ടിലെ പരിപാടി ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, നല്ല എക്സൈറ്റ്മെൻറ്റിലായിരുന്നു ഞാൻ. ടെൻഷൻ വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ഒട്ടും ഒന്നും പ്രിപ്പയർഡ് ആയിട്ടില്ല. അതായിരുന്നു എൻ്റെ ടെൻഷൻ. പിന്നെ ഇതിപ്പോൾ അത്യാവശ്യം ഈവനിങ് ആയിരിക്കണു. അങ്ങനെ ഇനി ചേട്ടനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഉണ്ണിക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്തു, ബാഗൊക്കെ പാക്ക് ചെയ്തു. ഇനി വെയിറ്റിംഗ് ആണ്. ഇനി അങ്ങോട്ട് വെയിറ്റിംഗ് ആണ്. ചേട്ടൻ 2:30 എത്താമെന്ന് പറഞ്ഞതാണ്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ 4:30 ആയി. അപ്പോൾ അത്രയും നേരം ഞാൻ അങ്ങനെ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുമായിരുന്നു. പിന്നെ ഉണ്ണിനെ ഉറക്കുന്ന ടൈമൊക്കെ ആയിരുന്നു ഉച്ച സമയത്ത്. അപ്പോൾ അവൻ ഉറക്കാൻ പറ്റിയില്ല, എനിക്ക് റെസ്റ്റ് എടുക്കാൻ പറ്റിയില്ല. ഞാൻ ഒന്നാമത്തെ എക്സൈറ്റ്മെൻറ്റിലായിരുന്നു. പിന്നെ ഡ്രസ്സ് ചെയ്തിട്ട് പിന്നെ എടുക്കാമെന്ന് പറയുന്നത് ഭയങ്കര ഒരു മുഷിപ്പുള്ള സംഭവമാണ്. അതുകൊണ്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് തന്നെ ഇരുന്നു. ഇപ്പോൾ വരുന്നു കരുതിയിട്ട് ലാസ്റ്റ് 4:30 ആയപ്പോഴാണ് ചേട്ടൻ എത്തിയത്. എല്ലാവരും ഇങ്ങനെ എന്നോട് പറഞ്ഞിരുന്നു, ഇങ്ങനെ റെസ്റ്റ് എടുത്താൽ മതി, ഈ ഒരു അവസ്ഥയിലിരിക്കുമ്പോൾ അധികം ട്രാവൽ ചെയ്ത് വരണ്ട, എൻ്റെ കംഫർട്ട് നോക്കിയാൽ മതി എന്നൊക്കെ. പക്ഷേ എനിക്ക് നന്നായിട്ട് പങ്കെടുക്കണമെന്ന് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാനിതിന് പോയത്. കുറേ നേരം വെയിറ്റ് ചെയ്തിരുന്നപ്പോൾ തന്നെ എനിക്ക് ഒരുപാട് ടയർഡായ പോലെ തോന്നി. പിന്നെ ചേട്ടൻ വന്നപ്പോൾ നമ്മൾ വേഗം വീട്ടിൽ നിന്ന് ഇറങ്ങി. പക്ഷേ നമ്മൾ ഹൈവേയിലേക്ക് കടന്നതും നല്ല ബ്ലോക്കായി. നമ്മൾ വീണ്ടും ഒരു 1.5-2 മണിക്കൂർ ബ്ലോക്കിൽ കിടക്കാണ് ഉണ്ടായത്. ഈ
ഒരു കൊട്ടിക്കലാശത്തിൻ്റെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നീട് അങ്ങോട്ട് നമുക്ക് വണ്ടി അങ്ങോട്ടും ഉണക്കാൻ പറ്റില്ല, ഇങ്ങോട്ടും ഉണക്കാൻ പറ്റാത്തൊരു സ്റ്റേജായിരുന്നു. ഉച്ച തൊട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ടയേർഡായ പോലെ തോന്നി. അപ്പോൾ ഉണ്ണിനെ വെച്ച് ഞാനിപ്പോൾ വയറൊക്കെ ആയതുകൊണ്ട് തന്നെ ഫ്രണ്ടിൽ ഇരിക്കാറില്ല, ബാക്ക് സീറ്റിലാണ് ഇരിക്കാറ്. എനിക്ക് ബാക്ക് സീറ്റിലും ഇരിക്കാൻ പറ്റാണ്ടായി. അത്രയും ഒരു ഭയങ്കര ബുദ്ധിമുട്ടുകൾ വന്നു തുടങ്ങി. പിന്നെ അതുപോലെ തന്നെ എനിക്ക് വിശപ്പ് വന്നു തുടങ്ങി. വിശപ്പ് വന്നു തുടങ്ങിയതിന് ശേഷം വയറ് ടൈറ്റ് ആവാൻ തുടങ്ങി. ഒരു 5 മിനിറ്റ് കൂടുമ്പോൾ ഭയങ്കരമായിട്ട് വയറ് ടൈറ്റ് ആവാൻ തുടങ്ങി. അങ്ങനെ നല്ല ബുദ്ധിമുട്ടായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പോകാൻ പറ്റില്ല, എനിക്ക് എന്തെങ്കിലും ഫുഡ് കഴിക്കണം, ഫുഡ് കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ വേഗം വണ്ടി എടുത്ത് വണ്ടി സൈഡാക്കിയിട്ട് ഫുഡ് വാങ്ങാൻ ഇറങ്ങി. നമ്മൾ ഫുഡ് അങ്ങനെ ഓർഡർ ചെയ്തിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ഒരു 6:30 സമയമായിട്ടുണ്ട്. 8:30 വരെ ടൗണിലൊക്കെ എല്ലാ ഷോപ്പുകളും ഉണ്ടാവുള്ളൂ. നമ്മളൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റെ ടെൻഷനുണ്ട്. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ഫുഡ് കഴിക്കാണ്ട് പോകാനും പറ്റില്ല. അങ്ങനെ ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്തു. കുറച്ച് നേരം വണ്ടി ഇങ്ങനെ ഒതുക്കിയിട്ടപ്പോൾ എനിക്ക് കുറച്ച് നേരം റിലാക്സേഷൻ തോന്നി. കാരണം ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കില്ല, റെസ്റ്റ് എടുക്കാമല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ഫുഡ് വന്നു. നമ്മളത് പാഴ്സലാണ് പറഞ്ഞത്, അതുകൊണ്ട് തന്നെ വണ്ടിയിൽ നിന്നിട്ടാണ് ഫുഡ് കഴിച്ചത്. ഫുഡ് കഴിച്ചപ്പോൾ ഞാൻ ഏകദേശം ഓക്കെ ആയി. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും എടുക്കാൻ പറ്റില്ല. എല്ലാ ഷോപ്പിനും ക്ലോസിങ് ടൈമിലേക്കാണ് നമ്മൾ എടുത്തുന്നത്. പിന്നെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല. റിക്വസ്റ്റ് ചെയ്തിട്ടും പിന്നെ നമ്മുടെ സിറ്റുവേഷൻ പറഞ്ഞിട്ടൊക്കെയാണ് നമ്മൾ പിന്നീട് അങ്ങോട്ട് ഷോപ്പ് ചെയ്തൊക്കെ. അതൊക്കെ കഴിഞ്ഞു. അന്നത്തെ ദിവസം അങ്ങനെ അവിടെ അവസാനിച്ചു. പിന്നെ അത് നെക്സ്റ്റ് ഡേ ആണ്. ഇന്നാണ് ഫംഗ്ഷൻ. പക്ഷേ രാവിലത്തെ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല, ഫുള്ള് ഹറിബറി ആയിരുന്നു. അങ്ങനെ ഇപ്പോൾ നമ്മൾ റെഡി ആയിട്ട് പോവാതിരിക്കുകയാണ്. ചാലക്കുടിയിലായിരുന്നു ഫംഗ്ഷൻ. അത്യാവശ്യം ട്രാവൽ ചെയ്യാനുണ്ടായിരുന്നു. മോർണിംഗ് അവിടേക്ക് പോണ വഴിക്കും നമുക്ക് നല്ല ബ്ലോക്ക് കിട്ടിയിരുന്നു. അങ്ങനെ കുറേ ലാഗ് അടിച്ചിട്ട് 10:30 ആയപ്പോഴാണ് നമ്മൾ അവിടേക്ക് ഫംഗ്ഷൻ എത്തുന്നത്. അങ്ങനെ ഞങ്ങൾ എത്തിയതും ബാക്കി ചടങ്ങും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. ഒരു 1 അവറിനുള്ളിൽ തന്നെ എല്ലാ ചടങ്ങുകളും കഴിഞ്ഞു. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. പക്ഷേ എനിക്കതിന് കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം ഞാൻ കുറച്ച് റെസ്റ്റ് ചെയ്യായിരുന്നു. കാരണം ഇനി അങ്ങോട്ട് ട്രാവൽ ചെയ്ത് തിരിച്ച് പോകേണ്ടതല്ലേ. പക്ഷേ എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് എൻ്റെ വീട്ടിലേക്കും പോകണം. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ കുറേ നേരത്തിന് റെസ്റ്റ് ചെയ്തു. അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും എടുക്കാൻ പറ്റില്ല. ഈ ഒരു ഫംഗ്ഷൻ്റെ കുറച്ച് ക്ലിപ്സും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ. എനിക്കിപ്പോൾ നടക്കാനും നിൽക്കാനും ഒക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു അവസ്ഥയാണ്. എന്നാലും അന്നേ ദിവസം എനിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല, ഈസി ആയിരുന്നു. പക്ഷേ അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് എനിക്ക്, അതായത് ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വന്ന് തിരിച്ച് വീട്ടിൽ വന്നിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടാന്ന് തോന്നുന്നു, എനിക്കിപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ വന്നു. ഓൾമോസ്റ്റ് ഇപ്പോൾ 30 വീക്സ് ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ബുദ്ധിമുട്ടുകൾ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഈ ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്ത് വന്നിട്ട് രാത്രി തൊട്ട് എനിക്ക് ക്ഷീണം തുടങ്ങി. അതുവരെ എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ തൊട്ടിട്ട് എനിക്ക് കെടുക്കാൻ പറ്റാണ്ടായി, ഇരിക്കാൻ പറ്റാണ്ടായി, കെടുത്തിനോടൊന്നും എണീക്കാൻ പറ്റാണ്ടായി. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും അന്നത്തെ ദിവസം പരിപാടിക്ക് വേറെ പ്രത്യേകിച്ച് കുഴപ്പങ്ങളൊന്നും ഇല്ലാണ്ട് എനിക്ക് പങ്കെടുക്കാൻ പറ്റിയത് വലിയൊരു സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഈ പ്രഗ്നൻസി ആഫ്റ്റർ ഡെലിവറിയുള്ള ഒരു 6 മന്ത്സ് ടൈം എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ലൈഫിൽ ഒരുപാട് ഫംഗ്ഷൻസ് എനിക്ക് മിസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതും കൂടി മിസ് ചെയ്യാൻ എനിക്ക് യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല. അതുപോലെ കല്യാണം കഴിഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ ഞാൻ ഭയങ്കര ഒറ്റപ്പെട്ട പോലെ ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര എന്നോട് ക്ലോസ് ആയിട്ട് നിൽക്കണ പോലെ തോന്നിയത് ചേച്ചിയുടെ 2 കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ അവരൊരു ഫംഗ്ഷനും മിസ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കണില്ല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് ചേട്ടന് ഡ്യൂട്ടി ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഉച്ചയോടെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തിരിച്ച് വരുമ്പോൾ ഉണ്ണി അങ്ങനെ ഉറങ്ങിയിരുന്നില്ല. അതുകൊണ്ട് അവന് വാശിയുണ്ടായിരുന്നു. ഫ്രണ്ട് സീറ്റിൽ അവനെ വെച്ചിരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ബാക്ക് സീറ്റിൽ അമ്മ ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മേൻ്റെ കയ്യിലായിരുന്നു ഉണ്ണിയൊക്കെ. പക്ഷേ അവന് വാശിയായിരുന്നു ഫ്രണ്ടിലേക്ക് വരാമെന്നൊക്കെ പറയണത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് ചേട്ടൻ്റെ വീട്ടിലെത്തി. ഇനിയിപ്പോൾ എന്തായാലും അടുത്ത ഉണ്ണികളുടെ 6 മാസം കഴിയാണ്ട് എനിക്കൊരു ഫംഗ്ഷനും പങ്കെടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് എൻ്റെ ഈ ഒരു കുറച്ച് കാലത്തിൻ്റെ ലാസ്റ്റ് ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇനി ഫുള്ള് വീട്ടിൽ തന്നെ ആയിരിക്കും, കാരണം ഓൾമോസ്റ്റ് എൻഡിങ് ആയല്ലോ ഈ പ്രഗ്നൻസിയുടെ. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ചേട്ടൻ്റെ വീട്ടിൽ നിന്നും നമ്മൾ തിരിച്ച് പാക്കൊക്കെ ചെയ്ത് എൻ്റെ വീട്ടിലേക്ക് പോന്നു. ഞങ്ങളെ ചേട്ടൻ വീട്ടിലാക്കിയിട്ട് ചേട്ടൻ തിരിച്ചു പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വേറൊരു വീഡിയോയിൽ കാണാം. അതെല്ലാവർക്കും ബൈ.